ഹലോ കൂട്ടുകാരെ, 2023 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ചലച്ചിത്രം റംബിൾ ത്രൂ ദ ഡാർക്ക് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. അനാഥനായ ഒരു പയ്യനെ ഒരു സ്ത്രീ ദത്തെടുത്ത് സ്വന്തം മകനായി സന്തോഷത്തോടെ വളർത്തുകയാണ്. മകൻ വളർന്നു വലുതായി വളരെയധികം പ്രായമേറിയ വ്യക്തിപരിയായി. പക്ഷെ അപ്പോഴേക്കും ബാധ്യതകളും കടങ്ങളും അയാളെ തേടിയെത്തുന്നു. വളർത്തമ്മയ്ക്ക് സുഖമില്ലാതാകുന്നു. പണത്തിനു വേണ്ടി അയാൾ ഒരു മാഫിയ ബോസിന്റെ അടുത്ത് നിന്ന് പണം കടം വാങ്ങുവാണ്. കുറച്ചു കഴിഞ്ഞതും ആ സംഘം പണം പിരിക്കാൻ എത്തുമല്ലോ. അതൊരു വശത്ത് വിഷയമാകുന്നു. മറുവശത്താകട്ടെ അമ്മയുടെ ചികിത്സയും ഒപ്പം തന്നെ ബാങ്ക് വീട് ജപ്തി ചെയ്യാൻ പോകുന്നതും അടുത്ത വിഷയം. ഇതിൽ നിന്നൊക്കെ ഫൈറ്റർ കൂടിയായ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നതൊക്കെയാണ് ഈ ആക്ഷൻ കഥയെന്ന് ചുരുക്കി പറഞ്ഞാൽ. നമുക്കെന്തായാലും വിശദമായ കഥ ഒന്ന് കേട്ടു നോക്കാമല്ലേ? നിങ്ങൾ ഇത്തരത്തിൽ സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു ചെറിയ കുട്ടിയെ ഒരമ്മ കൊണ്ടുവന്ന് ഒരു ഓർഫനേജിൽ കൊണ്ടാക്കുന്നതുമായി കാണിച്ചുകൊണ്ടാണ്. യാഥാർത്ഥ്യത്തിൽ കാറിലെത്തിയ ആ അമ്മ മകനെ ആ ഓർഫനേജിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്താണ് കാരണമെന്നോ എന്തിനാണ് അവനെ അങ്ങനെ ഉപേക്ഷിച്ചതെന്നോ വ്യക്തമല്ല. എന്തായാലും ആ പയ്യൻ ഓർഫനേജിൽ അങ്ങനെ വളർന്നു വരികയാണ്. ജാക്ക് ബൗച്ചർ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. പിന്നീട് 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മരിയാന എന്ന പേരുള്ള ഒരു സ്ത്രീ ആ പയ്യന്റെ അടുത്ത് എത്തുന്നത്. ജാക്കിനെ കണ്ടതും മരിയാനയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. കുറെ നാളുകളായി തനിക്കൊരു മകൻ വേണം എന്ന് മരിയാന ആഗ്രഹിക്കുന്നുണ്ട്. ഒഫീഷ്യലായി തന്നെ ജാക്കിനെ ദത്തെടുക്കാൻ മരിയാന അങ്ങനെ തീരുമാനിക്കുവാണ്. പേപ്പർ വർക്കുകളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതോടെ മരിയാന ഒഫീഷ്യലി ജാക്കിന്റെ അമ്മയായി മാറുന്നു. ആദ്യമൊക്കെ ജാക്കിന് മരിയാനയോട് അത്ര വലിയ അടുപ്പമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ പതിയെ പതിയെ അവർക്കിടയിലുള്ള സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ അങ്ങ് വളരാൻ തുടങ്ങുവാണ്. ജാക്കിന്റെ മികച്ച ചൈൽഡ്ഹുഡ് ആയിരുന്നു അത്. മരിയാന അവന് പറ്റാവുന്നതിൽ അത്രയും സ്നേഹം കൊടുത്തു. അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കഥ അവിടെ നിന്നും 40 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങുന്നു. മരിയാനയുടെ വളർത്തുമകൻ ജാക്ക് 50കൾ പിന്നിട്ട വ്യക്തിയായി മാറിയിരുന്നു. ജാക്കിനെ പറ്റി കൂടുതലായി പറഞ്ഞാൽ വളർന്നതിന് ശേഷം ജാക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പിറ്റ് ഫൈറ്ററായി ജോലി നോക്കുകയായിരുന്നു. മികച്ച പെർഫോമൻസ് കൊണ്ടും പരാജയപ്പെടാതെ എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന ജാക്കിന്റെ കഴിവുകൊണ്ടും ദ സ്ലേയർ അഥവാ കൊലപാതകി എന്നൊരു വിളിപ്പേരും ജാക്കിനുണ്ടായിരുന്നു. പക്ഷേ ജാക്കിന്റെ അമ്മ രോഗിയായതിനു ശേഷം ജാക്കിന് അമ്മയെ സംരക്ഷിക്കണമായിരുന്നു. ചികിത്സയ്ക്ക് പണം വേണം. ഫൈറ്റ് ചെയ്ത് കിട്ടിയ പണമൊന്നും തികയില്ലെന്ന് കണ്ടതും ജാക്ക് ഒരു മാഫിയ ബോസിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. പക്ഷെ അതൊരു കടക്കെണിയായി മാറും എന്നൊന്നും അപ്പോൾ ജാക്ക് കരുതിയിരുന്നില്ല. മാഫിയ ബോസിന്റെ കടം തിരികെ കൊടുക്കാനുള്ള സമയം അടുത്തു വരുന്നു. കയ്യിലുള്ളത് ഇനി കുറച്ച് പണം മാത്രമാണ്. അതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് കണ്ടതും ഒരു ഭാഗ്യപരീക്ഷണത്തിന് ജാക്ക് മുതിരുകയാണ്. ജാക്ക് നേരെ കാസിനോയിലേക്ക് പോയി അവിടെ ചൂതുകളിയിൽ ഏർപ്പെട്ടു. സാധാരണയായി ചൂത് കളിക്കാൻ പോകുന്നവർക്ക് ഉള്ളതുകൂടി നഷ്ടപ്പെടുകയാണെങ്കിലും അന്നെന്തോ ജാക്കിനെ ഭാഗ്യം തുണച്ചിരുന്നു. ജാക്കിനെ തന്റെ മത്സരത്തിൽ വിജയിക്കാനായി. അതിലൂടെ കുറച്ചധികം പണവും കൈവന്നു. മാഫിയ ബോസിന്റെ കടം തീർക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും പണം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജാക്ക് മറ്റൊരു കാര്യം ഓർക്കുന്നത്. മരിയാനയുടെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ്. നിരവധി കടങ്ങൾ ആ വീടിന്റെ മുകളിലുണ്ട്. പല ആവശ്യങ്ങൾക്കായി പലപ്പോഴായി അമ്മയെടുത്ത കടങ്ങൾ. ബാങ്ക് ജപ്തി ചെയ്താൽ കിടപ്പാടം വരെ നഷ്ടപ്പെടും. ഒരു വശത്ത് മാഫിയ ബോസിന്റെ കടം, മറുവശത്ത് ബാങ്ക് വീട് ജപ്തി ചെയ്യാൻ പോകുന്നു. ഏതാദ്യം കൊടുക്കണം എന്ന തരത്തിൽ ജാക്ക് ആലോചിച്ച് നിൽക്കാൻ ആരംഭിച്ചു. ആലോചനയ്ക്കൊടുവിൽ ജാക്ക് ആ തീരുമാനത്തിലെത്തുവാണ്. മാഫിയ ബോസിന്റെ പണം കുറച്ച് കഴിഞ്ഞു കൊടുക്കാം. ബാങ്കിൽ പണമടിച്ചില്ലേൽ വീട് ജപ്തി ചെയ്യപ്പെടും. അതുറപ്പിച്ച് ജാക്ക് അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാഫിയ ബോസിന്റെ ഒരാൾ കടന്നു വരികയാണ്. അയാളുടെ കയ്യിൽ ഡോളറിന്റെ ഒരു ചിഹ്നം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും പണം പിരിക്കാൻ വന്ന മാഫിയ ബോസിന്റെ ആളാണവൻ എന്ന് ജാക്ക് തിരിച്ചറിയുന്നു. കിട്ടിയ പണം അയാൾ കൊണ്ടുപോകാനുള്ള സാധ്യത അതോടെ ജാക്ക് മനസ്സിലാക്കുവാണ്. അവിടെ വെച്ച് ഒരു ഫൈറ്റ് ഇറങ്ങിയേറുന്നു. മാഫിയ ബോസിന്റെ ആളിനെ അടിച്ചിട്ട് അയാളെ ബോധരഹിതനാക്കി ഇല്ലെങ്കിൽ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജാക്ക് കസിനോയിൽ നിന്ന് പണവും കളക്ട് ചെയ്ത് തിരികെ പോരുവാണ്. പോകുന്ന വഴിയിൽ ജാക്ക് അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി ഗ്യാസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ഗ്യാസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മുടി നീട്ടി വളർത്തിയ ഒരു വ്യക്തി ജാക്കിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജാക്കാണെങ്കിൽ അയാളെ കണ്ടതുമില്ല. വൈകാതെ കാര്യമൊന്നുകൂടി വ്യക്തമാവുകയായിരുന്നു. മുടി നീട്ടി വളർത്തിയ ആ വ്യക്തി മാഫിയ ബോസിന്റെ മെസഞ്ചർ ആയിരുന്നു. അയാൾക്കും മാഫിയ ബോസിനടുക്കൽ വലിയ കടമുണ്ട്. ജാക്കിനെ അവിടെ കണ്ടതും അയാളുടൻ മാഫിയ ബോസായ ബിഗ് മാമയെ കോൾ ചെയ്യുകയാണ്. ജാക്കിനെ ജീവനോടെ അയാൾ തന്റെ മുമ്പിൽ എത്തിച്ചാൽ അയാളുടെ പേരിലുള്ള കടങ്ങളൊക്കെ താൻ എഴുതി തള്ളിയേക്കാം എന്ന് ബിഗ് മാമ ആ സമയം ആ നീണ്ട മുടിക്കാരനോട് പറയുന്നു. തന്റെ വലിയ കടമൊക്കെ ഒരു മാഫിയ ബോസ് എഴുതി തള്ളാം എന്ന് പറഞ്ഞ ഒരാളെ ചുമ്മാതിരിക്കുമോ? എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ നീണ്ട മുടിക്കാരൻ തീരുമാനിക്കുവാണ്. ജാക്കിന് മുമ്പിലേക്ക് അയാൾ നടന്നെത്തുന്നു. താനിവിടെ പെട്ടുപോയി, തന്നെ ഒന്ന് തന്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമോ എന്ന തരത്തിൽ ജാക്ക്
ജാക്കിനോട് അയാൾ ലിഫ്റ്റ് ചോദിക്കുവാണ്. ആദ്യം ജാക്ക് മൈൻഡൊന്നും ചെയ്തില്ലെങ്കിലും വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ പണം തരാം എന്നയാൾ പറഞ്ഞതോടെ ജാക്ക് അതിന് ഓക്കെ പറയുകയാണ്. പണത്തിന് ആവശ്യമുള്ള സമയമാണല്ലോ. എന്തായാലും ജാക്ക് അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാകുവാണ്. അങ്ങനെ അയാൾ പറഞ്ഞ വഴിയിലേക്ക് ജാക്ക് വണ്ടി ഓടിക്കുന്നു. പക്ഷെ അപ്പോഴും നീണ്ട മുടിക്കാരൻ മാഫിയ ബോസ് ബിഗ് മാമയുടെ ആളാണ് എന്ന് ജാക്കിന് അറിവില്ലായിരുന്നു. അവരുടെ യാത്ര കുറച്ചു മുമ്പോട്ട് പോയി ഒറ്റപ്പെട്ട പോലൊരിടത്തെത്തിയതും പെട്ടെന്ന് നീണ്ട മുടിക്കാരൻ ജാക്കിനെ ആക്രമിക്കാൻ തുടങ്ങുവാണ്. കാര്യം മനസ്സിലാക്കിയതും ജാക്കും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. കാറിനകത്തു വെച്ച് തന്നെ വലിയൊരു ഫൈറ്റ് ഉടലെടുക്കുകയാണ്. പിടിവലിക്കും കാറിനകത്തുള്ള പരമാവധി ഫൈറ്റുകൾക്കും ഒക്കെ ഒടുവിൽ ജാക്കിനെ നീണ്ട മുടിക്കാരനെ പരാജയപ്പെടുത്താനായെങ്കിലും ജാക്കിന്റെ വണ്ടി ചോളപ്പാടത്തിന്റെ അകത്തേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുവാണ്. ആ ഇൻസിഡന്റിൽ ജാക്കിന്റെ തലയ്ക്ക് പിന്നിൽ വലിയ വേദനയെടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ജാക്കിന് ഹാലൂസിനേഷനും അനുഭവപ്പെടാൻ തുടങ്ങി. ചോളപ്പാടത്തിനുള്ളിലൂടെ അമ്മ മരിയാന നടന്നുവന്ന് ജാക്കിനെ വിളിക്കുന്ന പോലെയും അയാൾക്കങ്ങനെ അനുഭവപ്പെടുകയാണ്. കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോകുന്നു. കുറച്ചു കഴിഞ്ഞ് ആ ചോളപ്പാടത്തിന്റെ വഴിയിലൂടെ ഒരു വാഹന വ്യൂഹം തന്നെ കടന്നു വരികയാണ്. ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന കണ്ടതും വണ്ടി നിർത്തി അതിലെ വണ്ടിയിൽ നിന്നും ഡേവിഡ് എന്നൊരു മനുഷ്യനിറങ്ങി. ചെക്ക് ചെയ്യാൻ മുന്നിലേക്ക് നടന്നു ചെന്ന് ഡേവിഡ് കണ്ടത് കൊല്ലപ്പെട്ട് കിടക്കുന്ന നീണ്ട മുടിക്കാരന്റെ ശരീരം മാത്രമായിരുന്നു. ഡേവിഡിന്റെ അസിസ്റ്റന്റ് അന്നയും അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. കാറിൽ നോക്കിയപ്പോൾ കാറിനകത്തു നിന്നും ജാക്കിന്റെ ഗാംബ്ലിംഗ് മണിയും അവർ കണ്ടെടുത്തു. വേറെ ഒന്നിനും നിൽക്കണ്ട, ആ പണം കയ്യിൽ വെച്ചു എന്ന് ഡേവിഡ് അന്നയോട് പറഞ്ഞു. അവിടെ മറ്റൊന്നിനും നിൽക്കാതെ അവർ തിരികെ വണ്ടിയെടുത്ത് പോകുവാണ്. ജാക്കിനെ അവിടെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ജാക്കാകട്ടെ ആ കോൺഫീൽഡിനടുത്തുള്ള ഒരു ബാറിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ബോധത്തിലേക്ക് ഉണർന്നു വരികയാണ്. താനെങ്ങനെ ഇവിടെ വന്നു എന്ന് മനസ്സിലാവാതിരുന്ന ജാക്ക് ബാർടെൻഡറുടെ അടുക്കൽ എന്താ സംഭവിച്ചത്, താനെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. ബാർടെൻഡർ പറഞ്ഞു, അറിയില്ല സാർ, നിങ്ങൾ കേറി വന്നു, ഒരു ലാർജ് ഓർഡർ ചെയ്തു, പിന്നെയും കുറെ കുടിച്ചു, ശേഷം ബോധം കെട്ട് കിടക്കുമായിരുന്നു. സ്വബോധത്തിലേക്ക് വന്നു ജാക്കിന് അപ്പോഴാണ് തന്റെ ഗാംബ്ലിംഗ് മണിയെപ്പറ്റി ഓർമ്മ വരുന്നത്. അത് വണ്ടിയിൽ ചോളപ്പാടത്തിലുണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ച് ജാക്ക് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെല്ലുവാണ്. അപ്പോഴേക്കും പുലർച്ചെയാവാറൊക്കെ ആയി തുടങ്ങിയിരുന്നു. എന്തായാലും ജാക്ക് വണ്ടിയും നീണ്ട മുടിക്കാരന്റെ പോക്കറ്റുമൊക്കെ പരിശോധിക്കുന്നു. പക്ഷെ പണം കണ്ടു കിട്ടുന്നില്ല. തന്റെ പണം ആരോ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ജാക്കിന് വ്യക്തമാവുകയാണ്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയി തുടങ്ങുന്നു. ജാക്കിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു. അവൻ പരിഭ്രാന്തനായി. ജാക്ക് നീണ്ട മുടിക്കാരനെ വീണ്ടും പരിശോധിച്ച് മാറ്റിയിടാനൊക്കെ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഡോളർ ചിഹ്നം ജാക്ക് കാണുവാണ്. അതോടെ നീണ്ട മുടിക്കാരൻ മാഫിയ ബോസിന്റെ ആളാണ് എന്ന് ജാക്ക് തിരിച്ചറിയുന്നു. എന്തായാലും അയാളുടെ മൃതശരീരം ബിഗ് മാമയുടെ മുമ്പിലെത്തിക്കാം എന്ന് ചിന്തിച്ച് ജാക്ക് ആ മൃതശരീരം വണ്ടിയിലേക്ക് കയറ്റുവാണ്. മറുവശത്ത് പണം കിട്ടിയിരുന്ന ഡേവിഡും മാനുമാകട്ടെ അവരുടെ ക്യാമ്പിലായിരുന്നു. ഓരോ നാടുകളിലും കാർണിവലൊക്കെ നടത്തി കുറച്ചുനാൾ അവിടെ തങ്ങി അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നു ഡേവിഡും അന്നയും. ജാക്കിന്റെ പണമൊന്നും അപഹരിക്കാൻ അവർക്ക് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കണ്ടാൽ കുറ്റവാളികളുടെ രൂപമൊക്കെ ഉണ്ടെങ്കിലും അവരൊരു സാധാരണ മനുഷ്യരായിരുന്നു. യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുന്നവരെ പണം സൂക്ഷിച്ചു വെക്കുവാൻ ഡേവിഡ് അന്നയുടെ അടുത്ത് പറയുകയാണ്. അന്നയാകട്ടെ ഇപ്പോഴും പറയുന്ന പോലെ പറഞ്ഞു, ഈ പണമെങ്കിലും എന്നെ എന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ടെത്തിച്ചാൽ മതിയായിരുന്നുവെന്ന്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. ചെറുപ്പത്തിലെ അന്നയെ അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അങ്ങനൊരു മകളുണ്ടോ എന്നുപോലും അവളുടെ അച്ഛൻ അറിവില്ല. അമ്മയുടെ ഡയറിയിൽ നിന്നാണ് അന്നയ്ക്ക് അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുന്നത്. ആ വിവരങ്ങൾ വെച്ച് നാടൊട്ടുക്കും ഡേവിഡിന്റെയും സംഘത്തിന്റെയും കൂടെ കൂടി അന്ന അച്ഛനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്നയുടെ അമ്മ മരണപ്പെട്ടു. കഥ വീണ്ടും ജാക്കിലേക്ക് തിരിയുന്നു. നീണ്ട മുടിക്കാരനെ വണ്ടിയിലിട്ട് ജാക്ക് ബിഗ് മമ്മയുടെ ഇടത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ജാക്ക് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് കയറി. വീടിന് മുമ്പിൽ ബാങ്കിന്റെ നോട്ടീസുകളൊക്കെ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജാക്ക് വീടിനകത്തേക്ക് കയറി ചെന്നു. അമ്മയ്ക്കൊപ്പമുള്ള ടീനേജിലെ ഓർമ്മകൾ അവനിലേക്ക് ഓടിയെത്തി. അവിടെ നിന്നിറങ്ങിയ ജാക്ക് നേരെ ആശുപത്രിയിലുള്ള അമ്മയുടെ അടുത്തേക്ക് പോയി. ചികിത്സയിലായിരുന്ന അമ്മയ്ക്കടുത്തെത്തി ജാക്ക് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ഈ വയസ്സുകാലത്ത് അമ്മയെ സന്തോഷത്തിലാക്കാൻ പറ്റാത്തതിലും അമ്മയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്തതിലും തന്നോട് ക്ഷമിക്കണം എന്ന് ജാക്ക് ആ സമയം പറയുകയാണ്. സമയം സന്ധ്യയോടടുത്തിരുന്നു. ആശുപത്രിയിലെത്തി അമ്മയെ കണ്ട ശേഷം ജാക്ക് അവിടെ നിന്നും ബിഗ് മമ്മയുടെ ഇടത്തേക്ക് പോകുന്നു. കാടിന് നടുക്കുള്ള ബിഗ് മമ്മയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ജാക്ക് അങ്ങനെ എത്തിച്ചേരുകയാണ്. ജാക്ക് അങ്ങനെ നേരിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് ബിഗ് മമ്മയുടെ ആളുകൾ വരെ അതിശയിച്ചിരുന്നു. നീണ്ട മുടിക്കാരന്റെ ബോഡി പൊക്കിയെടുത്ത് ജാക്ക് നേരെ ബിഗ് മമ്മയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ബോഡി ബിഗ് മമ്മയുടെ മുമ്പിലേക്ക് ഇട്ട ശേഷം ജാക്ക് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ ആളുകളെ എന്റെ പുറകെ അയക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ബിഗ് മമ്മയെ സമ്മതിപ്പിക്കാൻ തനിക്ക് കുറച്ച് സമയം കൂടി തരണമെന്നും കടം താൻ വീട്ടുമെന്നും ജാക്ക് പറയുകയാണ്.
പറയുകയാണ് ബിഗ് മമ്മയ്ക്ക് വേണ്ടി ജാക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായാൽ കടം മുഴുവൻ താൻ എഴുതിത്തള്ളാം എന്ന് ബിഗ് മമ്മ ആ സമയം ഒരു ഓഫർ ജാക്കിന് മുമ്പിലേക്ക് വെക്കുന്നു. മുമ്പ് ജാക്ക് ബിഗ് മമ്മയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു എന്നും ആ സമയം വ്യക്തമാകുന്നുണ്ട്. അമ്മ രോഗാവസ്ഥയിലായ ശേഷമായിരുന്നു ജാക്ക് അത് അവസാനിപ്പിച്ചത്. ബിഗ് മമ്മയുടെ അടുത്തു നിന്ന് പണം കടം വാങ്ങി അമ്മയെ സംരക്ഷിക്കാൻ പോവുകയായിരുന്നു. ആ കടക്കെണിയാണ് ഇപ്പോൾ ജാക്കിനെ വീണ്ടും ബിഗ് മമ്മയുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ബിഗ് മമ്മയുടെ ഓഫർ കേട്ടെങ്കിലും ഇനി ഫൈറ്റിംഗിലേക്ക് താൻ തിരികെയില്ല എന്ന തീരുമാനത്തിൽ ജാക്ക് ഉറച്ചു നിന്നു. പണം തിരികെ അടയ്ക്കാൻ ഒരാഴ്ച കൂടി ജാക്ക് വീണ്ടും ബിഗ് മമ്മയോട് ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ജാക്കിന്റെ ഓഫറിന് ബിഗ് മമ്മ സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്റെ ഡോളർ സൈൻ ഒരു വാണിംഗ് എന്ന പോലെ ജാക്കിന്റെ ചെസ്റ്റിൽ അതിനുവേണ്ടി പതിക്കണം എന്ന് ബിഗ് മമ്മ പറയുകയാണ്. ബിഗ് മമ്മ ജാക്കിന്റെ നെഞ്ചിൽ തന്റെ ഡോളർ ചിഹ്നം പതിപ്പിച്ചു. പിന്നാലെ പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ ജാക്കിന് പണം തിരികെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ജാക്ക് തനിക്ക് വേണ്ടി ഫൈറ്റിംഗിനിറങ്ങണം. ജാക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ഒളിച്ചോടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഹിറ്റ്മാൻസിനെ വിട്ട് ബിഗ് മമ്മ ജാക്കിനെ കൊല്ലിക്കും. അവിടെ നിന്നും ജാക്ക് തിരികെ തന്റെ റെന്റഡ് ഹൗസിലേക്ക് എത്തുന്നു. നടന്ന സംഭവങ്ങളൊക്കെ കാരണം അവൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഒന്നും ഒരു തരത്തിലും ശരിയായി വരുന്നില്ല. ഒരുപാട് മദ്യപിച്ച ജാക്ക് കലിമൂത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ആ സമയം ജാക്കിന്റെ ഓർമ്മയിലേക്ക് അവന്റെ ടീനേജ് കാലം വീണ്ടും വന്നു. അന്നൊക്കെ ജാക്കിനെ മറ്റു കുട്ടികൾ ഒരുപാട് ബുള്ളി ചെയ്യുമായിരുന്നു. അതിനെതിരെ അന്ന് പ്രതികരിക്കാനൊക്കെ ജാക്ക് കഷ്ടപ്പെട്ടിരുന്നു. ആ ഓർമ്മകൾ ജാക്കിനെ വീണ്ടും ബിഗ് മമ്മയുടെ ഫൈറ്റർ ആയാലും കുഴപ്പമില്ല എന്നൊരു തോന്നലിലേക്ക് എത്തിക്കുകയാണ്. മറുവശത്ത് തന്നെയാകട്ടെ അതുവരേക്കും പണത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തിയില്ലല്ലോ എന്ന ചിന്തകളിലായിരുന്നു. ഇത്ര നാളുകളായിട്ടും അച്ഛനെയും കണ്ടുകിട്ടിയിട്ടില്ല. വളരെ ആങ്സിയസ് ആയിരിക്കുന്ന അന്നയെ കണ്ടതും ഡേവിഡ് അന്നയോട് ഒന്ന് പുറത്തു പോയിട്ട് വരാനൊക്കെ പറയുവാണ്. അന്ന അങ്ങനെ ഡ്രൈവ് ചെയ്ത് പുറത്തേക്കിറങ്ങി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്കും എത്തിച്ചേർന്നു. ആ സമയം അവിടെ ജാക്കുണ്ടായിരുന്നു. ജാക്ക് അങ്ങനെ മദ്യപിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം അങ്ങോട്ടേക്ക് അന്നയെ ഫോളോ ചെയ്ത് മിസ്റ്റീരിയസ് ആയ ഒരു വ്യക്തി എത്തിയിരുന്നു. അന്ന കുറച്ച് മാറി നിന്നതും അയാൾ അങ്ങോട്ടേക്ക് വന്ന് അന്നയെ പീഡിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. ജാക്ക് അത് കണ്ടിരുന്നു. അയാൾ അന്നയ്ക്ക് മേൽ ബലം പ്രയോഗിക്കുകയാണ് എന്ന് കണ്ടതും ജാക്ക് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അന്നയെ പിടികൂടി ഉപദ്രവിക്കാൻ ശ്രമിച്ച വ്യക്തിയെ 4 പഞ്ചുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി. ജാക്ക് അന്നയെ രക്ഷപ്പെടുത്തി. അന്ന ജാക്കിനോട് നന്ദി പറയുകയും ചെയ്തു. ശേഷം അവൾ തന്റെ കാറിലേക്ക് കയറി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ആ ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ലേഡി വന്നത്. ജാക്ക് ചെയ്ത കാര്യത്തെ പുകഴ്ത്തി ആ സ്ത്രീ സംസാരിച്ചു. പിന്നാലെ ജാക്കിന്റെ നിക്നെയിമായ ദ സ്ലെയർ എന്ന പേര് വിളിക്കുകയും ചെയ്തു. ജാക്ക് ചിരിച്ചതേയുള്ളൂ. ഇതേ സമയം വണ്ടിയിലിരുന്ന അന്ന ആ ലേഡി വിളിച്ച ദ സ്ലെയർ എന്ന നിക്നെയിം കേട്ടിരുന്നു. അന്നയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. അന്ന അതോടെ കാറിൽ നിന്നിറങ്ങി ആ ലേഡിയുടെ അടുത്തേക്ക് ചെന്നു. ആ ലേഡിയോട് ജാക്കിനെ പറ്റി അന്വേഷിച്ചു. ജാക്ക് വലിയൊരു ഫൈറ്റർ ആണെന്നും എല്ലാവരും പണ്ട് തൊട്ടേ ജാക്കിനെ അവന്റെ ഫൈറ്റ് കാരണം ദ സ്ലെയർ എന്ന പേരിലാ വിളിച്ചിരുന്നത് എന്നും ആ ലേഡി അന്നയോട് പറയുകയാണ്. പുറത്തേക്ക് നോക്കിയിരുന്ന അന്ന ആ സമയം ജാക്ക് തന്റെ കാറിൽ പോകുന്നതും കാണുന്നു. കാറ് കണ്ടതും ആ വണ്ടിയിലുള്ള ആളുടെ പണമായിരുന്നല്ലോ തന്റെ കയ്യിലുള്ളത് എന്നും അന്ന മനസ്സിലാക്കുവാണ്. കുറച്ചു കഴിഞ്ഞ് ജാക്ക് വീടിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോരാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് അന്ന എത്തിച്ചേർന്നിരുന്നു. ഗ്യാസ് സ്റ്റേഷൻ മുതലേ അന്ന തന്നെ ഫോളോ ചെയ്ത പോലെ ആ സമയം ജാക്കിനങ്ങ് തോന്നുവാണ് അന്ന ശരിയായൊരു സ്ത്രീയല്ല. ഒരുപക്ഷെ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടോ മറ്റോ ആർന്നിരിക്കും. അവളെ താൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് അവളെ തന്നെ വശീകരിക്കാൻ പിന്നാലെ വന്നതായിരിക്കും എന്നൊക്കെ ജാക്ക് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അന്നയെ അവഗണിച്ച് ജാക്ക് പോകാൻ നോക്കുവാണ്. പക്ഷെ ആ സമയം ജാക്കിന്റെ കാർ ഓണാകുന്നില്ല. ജാക്ക് അങ്ങനെ നിൽക്കുമ്പോ അന്ന ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. ജാക്ക് അതോടെ അന്നയുടെ സഹായം സ്വീകരിക്കുവാണ്. അന്നയുടെ സഹായത്തോടെ ജാക്ക് അമ്മ കിടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു. അമ്മയ്ക്കടുത്തെത്തി ജാക്ക് ദുഃഖത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നും അത് തടയാൻ തന്നെ കൊണ്ട് സാധിക്കുന്നില്ലെന്നും അവൻ അമ്മയെ അറിയിച്ചു. താൻ അതിനുള്ള പണം സമ്പാദിച്ചതാണെന്നും പക്ഷെ പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നും ദുഃഖത്തോടെ ജാക്ക് പറയുകയാണ്. ഇനിയിപ്പോൾ മാഫിയ ബോസ് മാമയുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലെന്നും നാളെ നടക്കുന്ന ഫ്രീ ഫൈറ്റിൽ തനിക്ക് പങ്കെടുക്കേണ്ടി വരുമെന്നും ഇത് തന്റെ അവസാന ഫൈറ്റ് ആയിരിക്കുമെന്നും അമ്മ തന്നെ അനുഗ്രഹിക്കണമെന്നും ജാക്ക് അമ്മയോട് ആവശ്യപ്പെടുകയാണ്. തന്റെ മകന്റെ പേരിൽ ഒരു കുറ്റവുമില്ലല്ലോ. അമ്മയ്ക്ക് ജാക്കിനെ അനുഗ്രഹിക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. ഇതേ സമയം പുറത്ത് അന്നയാകട്ടെ തന്റെ അമ്മയുടെ അടുത്തു നിന്ന് കിട്ടിയ ജാക്കിന്റെ ഒരു ഡയറി വായിക്കുകയായിരുന്നു. അതിൽ ജാക്ക് എത്രമാത്രം തന്റെ അമ്മയെ പ്രണയിച്ചിരുന്നു എന്നൊക്കെ കുറിച്ചിരുന്നു. അതിലെ വിവരങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വെച്ച് താൻ അന്വേഷിച്ചു വന്ന വ്യക്തി തന്റെ അച്ഛൻ ജാക്ക് തന്നെയാണ് എന്നെ ഉറപ്പിക്കുകയാണ്. ജാക്ക് പുറത്തേക്ക് വന്നപ്പോൾ അന്ന ജാക്കിനടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു.
പക്ഷേ ജാക്ക് അപ്പോൾ മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. കടങ്ങൾ വീട്ടുവാൻ വരാനിരിക്കുന്ന ഫൈറ്റിൽ പങ്കെടുക്കണം എന്നത് മാത്രമായിരുന്നു ജാക്കിന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പുറത്തെത്തി ജാക്കിനോട് അന്ന വീണ്ടും സംസാരിച്ചു നിന്നു. ചോളപ്പാടത്തു നിന്ന് കണ്ടുകിട്ടിയ പണം കൊണ്ട് എന്റെ അച്ഛനെ കണ്ടെത്താൻ സാധിക്കണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. എന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ടതാണെന്ന് തോന്നുന്നു എന്നെ ആ സമയം പറഞ്ഞു. അന്ന പണത്തിന്റെ കാര്യം മറ്റും ജാക്കിനോട് വെളിപ്പെടുത്തുകയും പണം ജാക്കിന് കൈമാറുകയും ചെയ്തു. ജാക്കിന്റെ കയ്യിൽ പണം ലഭിച്ചു. ഒപ്പം തന്റെ മകൾ തന്റെ മുമ്പിലും നിൽക്കുന്നു. അന്ന പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അന്ന തന്റെ മകളാണെന്ന് ജാക്കിന് പൂർണ്ണ ബോധ്യം വന്നിരുന്നു. ജാക്ക് തന്റെ മകളെ ചേർത്ത് പിടിച്ചു. ജാക്കിന് അത്രമേൽ പ്രായമായതുകൊണ്ട് തന്നെ ഇനിയും ഫൈറ്റിനൊന്നും പോവരുത് എന്ന് അന്നയും അമ്മയും അടക്കം വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മാഫിയ ബോസ് ബിഗ് മാമയുടെ പണം കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുവാൻ ജാക്കും അന്നയും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. ഫൈറ്റ് ക്യാൻസൽ ചെയ്യാനായിരുന്നു ജാക്കിന്റെ പദ്ധതി. ജാക്ക് അവിടെ ചെന്ന് പണം ബിഗ് മാമയെ ഏൽപ്പിച്ച് താൻ ഫൈറ്റിനില്ല എന്ന് പറഞ്ഞ് പോരാൻ ആരംഭിച്ചു. പക്ഷേ ആ സമയം ബിഗ് മാമ ഒരു കാര്യം പറഞ്ഞു. നടക്കാനിരിക്കുന്ന ഫൈറ്റ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. വരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ ജാക്കിന് വേണ്ടി ബെറ്റുവെച്ചേക്കും. ജാക്കിന് വിജയിക്കാനായാൽ അത്രമേൽ വലിയ തുകയായിരിക്കും ജാക്കിന്റെ കയ്യിൽ ലഭിക്കുക. ഇപ്പോൾ ജാക്ക് ബിഗ് മാമാക്ക് കൊടുത്ത പണത്തെക്കാളൊക്കെ ഒരുപാട് അധികമായിരിക്കും അത്. ആ പണമുണ്ടെങ്കിൽ ജപ്തി നടക്കാതെ ജാക്കിന്റെ വീട് സ്വന്തമാക്കാൻ സാധിക്കും. എല്ലാ കടങ്ങളും അവസാനിച്ച് സുഖമായി ജീവിക്കാനുള്ള പണവും അതോടെ കയ്യിൽ വരും. അമ്മയുടെ ചികിത്സയും നല്ല രീതിയിൽ നടത്താം. ബിഗ് മാമയുടെ ആ വാക്കുകൾ ജാക്കിനെ ഒന്നുകൂടി ചിന്തിപ്പിക്കുവാണ്. അനാഥനായ തന്നെ സംരക്ഷിച്ച് അമ്മയെ തനിക്ക് സംരക്ഷിക്കണം. അമ്മയുടെ വീട് ജപ്തി ചെയ്യപ്പെടാതെ നോക്കണം. ജാക്ക് അങ്ങനെ ആ ഫൈറ്റിൽ പങ്കാളിയാവാൻ തീരുമാനിക്കുന്നു. ജാക്ക് വീണ്ടും അന്നയുടെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ പറഞ്ഞ് ഫൈറ്റിനുള്ള പെർമിഷൻ അന്നയോട് ചോദിച്ചു. പക്ഷേ അന്നയ്ക്ക് അച്ഛനെ അപ്പോൾ കണ്ടുകിട്ടിയിട്ടേ ഉള്ളൂ. ഫൈറ്റിൽ അച്ഛനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമൊക്കെ അന്ന അതിനെ എതിർത്തു. എന്നിരുന്നാലും ജാക്ക് അന്നയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അന്ന ഫൈറ്റിന് സമ്മതിക്കുന്നു. അങ്ങനെ ഫൈറ്റിംഗ് അറീനയിലേക്ക് ഒടുവിൽ ജാക്ക് വന്നെത്തുകയാണ്. അന്ന തന്റെ അച്ഛനെ പറഞ്ഞുവിട്ടു. പക്ഷേ ജാക്കിന്റെ എതിരാളി ഏറെ കരുത്തുറ്റ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അത് കണ്ട് ഭയപ്പെട്ടു നിന്ന അന്നയുടെ അടുത്തേക്ക് ജാക്ക് നടന്നു ചെല്ലുവാണ്. അന്നയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഫൈറ്റ് ബെൽ മുഴങ്ങിയിരുന്നു. എതിരാളി ജാക്കിനെ ആക്രമിക്കാൻ വന്നെങ്കിലും ജാക്ക് ഒഴിഞ്ഞു മാറി. പിന്നെ ശക്തമായ ഫൈറ്റ് നടക്കുകയായിരുന്നു. ആദ്യമൊക്കെ ജാക്ക് മുന്നിട്ട് നിന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജാക്കാകെ അവശനായി. അതോടെ എതിരാളി ജാക്കിനെ ഇടിച്ചു വീഴ്ത്തി. കുറച്ച് സമയത്തേക്ക് ജാക്കിന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ജാക്ക് എഴുന്നേറ്റ് വന്നതും കരയുന്ന അന്നയെ ആയിരുന്നു ജാക്ക് മുമ്പിൽ കണ്ടത്. ആൾക്കൂട്ടത്തിന് പിന്നിലായി തന്റെ അമ്മ മരിയാനയുടെ നിഴലും അയാൾ ഹാലൂസിനേറ്റ് ചെയ്ത് കാണുവാണ്. ജാക്കിന് തോറ്റുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. ജാക്ക് എഴുന്നേറ്റ് വന്നു. കൂടുതൽ കരുത്താർജിച്ച പോലെ എതിരാളിക്കെതിരെ പോരാടി മികച്ച പഞ്ചിലൂടെ എതിരാളിയെ നിലം പറ്റിച്ചു. ഒടുവിൽ ജാക്ക് ആ മാച്ച് വിജയിക്കുകയാണ്. ഏവരും ആവേശത്തോടെ ജാക്കിന്റെ വിജയം നോക്കിക്കണ്ടു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജാക്കിന്റെ കടങ്ങളൊക്കെ വീട്ടപ്പെട്ടിരുന്നു. ബാങ്കിലെ കടങ്ങളും അടച്ച് വീട് ജാക്ക് സ്വന്തമാക്കി. ജാക്കും ജാക്കിന്റെ മകൾ അന്നയും കൂടി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.